PCOS മാറിയിട്ട് PMOS ആയ വിവരം നിങ്ങൾ അറിഞ്ഞോ? അതെ, ലാൻസെറ്റിൽ പുതിയൊരു റിസർച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് PCOS, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. ഇത് മാറി PMOS അയച്ചത്. എന്താണ് PMOS? പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? എല്ലാ ഡീറ്റെയിൽസും ലാൻസെറ്റ് വിവരിക്കുന്നുണ്ട്. ദ ഫാക്ട് ഈസ് PCOS was never really about cyst. The all name was wrong. അതെ, പല സ്ത്രീകൾക്കും ഈ പറയുന്ന പല സിംറ്റംസ് ഉണ്ടെങ്കിലും അൾട്രാസൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ വെരി ക്ലിയർ ആയി സിസ്റ്റ് ഒട്ടും തന്നെ ഇല്ല. പക്ഷെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ട്. സോ ഈ പറയുന്ന പുതിയ പേര് വളരെ ആപ്റ്റ് ആയിട്ട് നമുക്ക് തോന്നില്ലേ? പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം എന്നത്. അതായത് എൻഡോക്രൈൻ സിസ്റ്റം, മെറ്റബോളിസം നമ്മുടെ എഫക്റ്റഡ് ആണ്, മറ്റു സിസ്റ്റംസ് എഫക്റ്റഡ് ആണ്. നമ്മൾ ലാബിൽ ചെന്ന് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ റെഗുലർ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്നു, അതൊക്കെ നോർമൽ ആണ്. സൈക്കിൾ റെഗുലർ ആണോ ചോദിച്ചോ? യെസ് ഡോക്ടർ, സൈക്കിൾ വളരെ റെഗുലർ ആണ്. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ സിസ്റ്റ് ഇല്ല. ചോദ്യങ്ങൾ മാറ്റി പിടിക്കേണ്ട സമയമായില്ലേ? ഇതല്ല ചോദ്യങ്ങൾ, ഇതല്ല ലാബിൽ പോയി ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അല്ല, ഇൻസുലിൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. സൈക്കിൾ റെഗുലർ ആണോ എന്നതിന്റെ കൂടെ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഓവുലേഷൻ റെഗുലർ ആണോ എന്നത്. അത് ചെക്ക് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. ഇങ്ങനെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. ഇനി PMOSന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു പുതിയ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റുകളെ പറ്റിയാണ്. എന്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് സ്പെസിഫിക് ആയിട്ട് ചെയ്യണം ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. സിസ്റ്റില്ല, സൈക്കിൾ റെഗുലർ ആണ്, സ്റ്റിൽ യു ഹാവ് സം ഡൗട്ട്, എന്തോ ഒരു അബ്നോർമാലിറ്റി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു എന്ന് തോന്നിയാൽ എന്തൊക്കെ ചെക്കപ്പ് നടത്തണം എന്നുള്ളത് എന്റെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ.